പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സജ്ന കൃഷ്ണനാണ്. സജ്ന കൃഷ്ണൻ ബ്യൂട്ടീഷ്യൻ ആണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് കാക്കനാട് ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ആ രംഗത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സജ്ന. നമസ്കാരം. എത്ര കാലമായിട്ട് ഈ രംഗത്തുണ്ട്? ഞാനൊരു 10 വർഷത്തിന് മേളായിട്ട് ഫീൽഡിലുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്? ബ്യൂട്ടീഷ്യൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ആദ്യം പഠിച്ചത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. TTC ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബേസിക്കലി കണ്ണൂർ മട്ടന്നൂരാണ്. അവിടുന്ന് എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് വന്ന് TTC എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. TTCക്ക് ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, അപ്പം ഒരു ഫിക്സഡ് സാലറി ആണ് നമുക്ക് ആ സമയത്ത് ഉള്ളത്. അപ്പൊ ഞാൻ ഫിനാൻസ് ആണല്ലോ എല്ലാത്തിന്റെയും ആവശ്യമുള്ള കാര്യമാണ്. അതെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിന് വേണ്ട എക്സ്പെൻസ് നോക്കുമ്പം അത് ഓക്കെ അല്ല എന്ന് ആ സമയത്ത് തോന്നി. സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെടണം എന്ന് തോന്നി. അപ്പം ഇവിടെ ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പൊ അവിടെ ഒരു കുട്ടി, ഇങ്ങനെ ആ കുട്ടിയുടെ ചേച്ചിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്. അവള് സാലറിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പ്ലസ് അവൾക്ക് ഹോസ്റ്റലിൽ എല്ലാ പിള്ളേരും ഹെയർ കട്ട്, ത്രെഡിങ്, അങ്ങനെ അവൾ അവിടെ സാലറി വാങ്ങുന്നതിനേക്കാണ് അഡീഷണൽ എമൗണ്ട് കിട്ടുന്നുണ്ട്. കൊള്ളാലോ ഇത്. പിന്നെ വളരെ സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. മെന്റലി നമുക്ക് ഭയങ്കര ഒരു ഫീല് അവള് അനുഭവിക്കുന്നത് കണ്ടു. അപ്പൊ അന്ന് ഇതിലേക്ക് നമുക്ക് പതിയെ നോക്കിയാലോ ആലോചിച്ചു. പഠിക്കാൻ പോയി. ടീച്ചിങ് ഫീൽഡിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാൻ കാരണം ഈ സാമ്പത്തികം മാത്രമാണോ? അതെയോ? അല്ല, അത് മാത്രമല്ല, അവിടുന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയില്ല, എന്ത് ചെയ്യണം എന്നും നമുക്കറിയില്ല. അപ്പം ആ ബ്യൂട്ടീഷ്യന്റെ കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ തന്നെ മുഴുവനായിട്ട് അങ്ങ് മാറ്റിയെടുക്കും. അവര് ഹെയർ ഒക്കെ കട്ട് ചെയ്ത് നമ്മളൊന്ന് മിററിൽ പോയി നോക്കുമ്പോൾ കൊള്ളാലോ, അടിപൊളിയാണല്ലോ. അപ്പോഴാണ് നമ്മൾ ശരിക്കും അവരുടെ അടുത്ത് ഉള്ളു തുറന്ന് സംസാരിക്കും. കൊള്ളാം, എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാം, നന്നായിട്ടുണ്ടെന്ന് ആത്മവിശ്വാസം കിട്ടും. നല്ല കോൺഫിഡൻസ് കിട്ടും. പിന്നെ കസ്റ്റമറെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫീൽ അവരുടെ ഫേസിലും കണ്ണിലും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് പോയിന്റ് പറയാനുള്ളത് അതാണ്. ഹാപ്പി, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂട്ടും. പലരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലർക്ക് സ്ഥിരം ഒരു വരുമാനം എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് ജോബ് എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ അന്നത്തെ കാലത്ത് ഇപ്പൊ 10 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല, ഇത്ര ആളുകളൊന്നും വരുന്ന ഒരു സമയമല്ല. അപ്പൊ എങ്ങനെയാണ് അത്? ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സംശയം വരൂലേ, മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ എന്തായിരുന്നു അന്നേരത്തെ ഒരു കൗതുകവും അല്ലെങ്കിൽ അതിന്റെ ഒരു ആശങ്കകളൊക്കെ എന്തായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും ഫ്രീലാൻസേഴ്സ് ആണ് കൂടുതലുള്ളത്. ഷോപ്പുകളുണ്ട്, പക്ഷെ ഫ്രീലാൻസേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ഞാനും ഫസ്റ്റ് ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആദ്യം നമ്മൾ ഒരു എവിടെയെങ്കിലും അതിനാണല്ലോ നമുക്ക് ടെൻഷൻ കൂടുതൽ. അതെ അതെ, തീർച്ചയായും. പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാർട്ട് ടൈം ജോബ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു മന്ത് എൻഡിലാണ് നമുക്ക് സാലറി കിട്ടുന്നത്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യത്തെ വീക്കിൽ തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എക്സ്പെൻസ് ഒക്കെ കവറായി പോകും. കൊള്ളാം, കുഴപ്പമില്ല. ആദ്യമൊക്കെ ഞാൻ 10 ഡേയ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ 20 ഡേയ്സ് ഞാൻ വർക്ക് ചെയ്യില്ല. പൈസയുണ്ട് എനിക്ക്. എന്റെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഒരുപാടല്ല, നമുക്കൊരു ഇതുണ്ടല്ലോ, അതിൽ എനിക്ക് കവറായി പോകാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള തുക അല്ലെങ്കിൽ നമുക്ക് മിച്ചം വെക്കേണ്ട തുകയൊക്കെ ഈ ഒരു വർക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് നമുക്ക് പോകണ്ട. ക്ലയന്റ് അവര് നമ്മൾ വിളിക്കും, നമ്മുടെ ടൈമും ആയിരിക്കും, അവരുടെ ടൈമും കംഫർട്ട് ആയിട്ടുള്ള ടൈമാണ് ചൂസ് ചെയ്യുക. ആദ്യമൊക്കെ ആയിരുന്നു കാശിന് വേണ്ടി നമ്മളിങ്ങനെ വർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് മെന്റലി ഒരു ഫീൽ കിട്ടും, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കും, സാറേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തു കൊടുത്താൽ എത്ര രൂപ കിട്ടും? അപ്പൊ നിങ്ങൾ കാശിന് വേണ്ടി മാത്രമാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഒരിക്കലല്ല, കാശിന് വേണ്ടി മാത്രമല്ല, സർവീസ് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. അല്ല, നമ്മുടെ വർക്ക് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാനും അതും ഒരു റീസൺ ആണല്ലോ അല്ലേ? തീർച്ചയായും. ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സർവീസ് ആണെങ്കിൽ ആ വഴി 10 കസ്റ്റമർ എന്തായാലും വരും. പക്ഷെ നമ്മുടെ സർവീസ് മോശമാണെങ്കിൽ അതുവഴി ചിലപ്പോൾ നമുക്ക് 100 കസ്റ്റമർ വരെ നഷ്ടപ്പെടാനുള്ള ചാൻസും കൂടി ഉണ്ട്. ഇപ്പോൾ നിലവിൽ ബ്യൂട്ടി പാർലർ എവിടെയുള്ളത്? NGO ക്വാർട്ടേഴ്സിന്റെ അടുത്ത് ഇല്ലത്തുമുകള് കുഴിക്കാട്ട് ടെമ്പിളിന്റെ പുറകിലായിട്ട് സലൂൺ ആൻഡ് ബ്യൂട്ടി ക്ലിനിക് ആണ്. ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞല്ലോ ആദ്യമായിട്ടൊക്കെ. എങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്തു തുടങ്ങി? അതുപോലെ തന്നെ അതിൽ നിന്ന് ഈ ഒരു സംരംഭം സ്വന്തമായിട്ട് ഒരു ഓഫീസൊക്കെ തുടങ്ങിയല്ലോ, അതിലേക്ക് വരുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഏതൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങിയത്? ആദ്യം
സ്കിൻ കെയർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ത്രെഡിങ്, ഫേഷ്യല്, പെഡിക്യൂർ, മാനിക്യൂർ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഹെയർ കട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാള് ഗൾഫിലോട്ട് പോയി. ഇതേ തൊഴിലുമായിട്ട് ഇത് ബ്യൂട്ടീഷ്യനായിട്ട് അവിടെ പോയി. എത്ര വർഷം ഉണ്ടായിരുന്നു? 6 വർഷത്തോളം. അപ്പം ഞാൻ ഓർത്തു പതിയെ നാട്ടിലോട്ട് വന്ന് ചെറിയ ഷോപ്പ് ഇട്ടാലോ. അതിനു മുമ്പ് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, സജന തുടങ്ങിക്കോ, ഞങ്ങള് പൈസ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ എനിക്ക് ചെറിയൊരു ബ്യൂട്ടി പാർലർ ആണെങ്കിലും എൻ്റെ സ്വന്തം എന്ന ലെവലിലേക്ക് പോകണമെന്നായിരുന്നു ഫസ്റ്റ് തൊട്ട്. ആ കാര്യത്തിൽ നമ്മൾ അഭിമാനികളല്ലേ? തീർച്ചയായും. കാരണം നമുക്കൊരിക്കലും വേറൊരാളുടെ പൈസ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മളെല്ലാം ശരിയാക്കും, എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ പേര് ഉണ്ടാവില്ല. നമ്മൾ വെറും പേരിൽ മാത്രം ഒതുങ്ങിക്കൂടും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പൈസ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. തീർച്ചയായും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏതിനാ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്? ഇപ്പം എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. സ്കിന്നുണ്ട്, ഹെയർ ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അങ്ങനെ മെലസ്മ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ ഇപ്പൊ കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 10 വർഷം മുന്നേ ഇത് തുടങ്ങുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ ആളുകൾ ബ്യൂട്ടി പാർലറിനെ സമീപിക്കാറില്ല. കുറച്ചും കൂടി പിന്നോട്ട് പോയാൽ തീരെ, അല്ലെങ്കിൽ ഒരു കല്യാണാവസരങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവരും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ബ്യൂട്ടി പാർലറിനെ സമീപിക്കുന്നവരുമാണ്. എല്ലാവരും പറയുന്നത് അതൊരു ആത്മവിശ്വാസത്തിന്റെ ഇതാണെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഈ സമൂഹത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു സൗന്ദര്യ സങ്കല്പത്തെ, അല്ലെങ്കിൽ ഈ 10 വർഷത്തിന്റെ ഇപ്പുറത്തേക്കുള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യമൊക്കെ സെലിബ്രിറ്റി അല്ലെ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്, ശരിയല്ലേ? സാധാരണ ജനങ്ങൾ ബ്യൂട്ടി പാർലർ പോകുമ്പോൾ തന്നെ ആളുകളുടെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ എന്തോ അപരാധം ചെയ്യാൻ പോകുന്നതാണ്. ആദ്യം ആളുകൾക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് വീടുകളിൽ വിളിച്ച് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ആളുകൾ അറിയുന്നത്. എല്ലാവരും ഒരു സൗന്ദര്യം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു മടിയാണ് പറയാൻ. അതെ, ഓപ്പൺ ഫേസിൽ പോയിട്ട് എനിക്ക് ത്രെഡ് ചെയ്യണം, ഹെയർ കട്ട് ചെയ്യണം, അല്ലെ എന്റെ സ്കിൻ ഇത് ചെയ്യണം എന്ന് അവർക്ക് എല്ലാം നമുക്ക് വിസിബിൾ ആണ്. ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആണ്, നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആണ്, എല്ലാം കാണാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ പോയി ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവരെന്ത് നോക്കും, മറ്റുള്ളവരെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് വരാത്തത്. എനിക്ക് തോന്നുന്നത് കേരള സമൂഹത്തിൽ ഈ ഒരു കേസിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വേറെ ആളുകൾ എന്ത് ചിന്തിക്കുന്നത് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ. അത് ഈ കാര്യത്തിൽ ഇത്തിരി കൂടുതലാണ്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് എനിക്കൊന്ന് ലിപ്സ്റ്റിക് ഇട്ടാലാണ് എൻ്റെ ഫേസ് ഓൺ ആവുള്ളൂ, അല്ലെ എനിക്കൊരു കോൺഫിഡൻസ് വരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ എല്ലാ ഗേൾസും അങ്ങനെയാണ്. ലിപ്സ്റ്റിക് ഇടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? പണ്ട് എത്ര പേര് ലിപ്സ്റ്റിക് യൂസ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ പണ്ട് കല്യാണങ്ങൾക്ക് മാത്രമല്ല ഒരുക്കമുള്ളൂ. അതെ അതെ അല്ലേ, ഒരു പെണ്ണിനെ മാത്രമായിരിക്കും അവര് നമുക്കൊരു വർക്ക് തരുന്നത്, കല്യാണ പെണ്ണിനെ മാത്രം. ഇന്നത്തെ സമൂഹം അതല്ല. കല്യാണ വീട്ടിലുള്ള എല്ലാവരും, ആ വീട്ടിലെ ജെന്റ്സ് ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും, എല്ലാവരും മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. അത് അവരൊരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അല്ലാതെ ബ്രൈഡിന്റെ പ്രൈസ് മാത്രമല്ല ചോദിക്കുക. ആ ഫാമിലിയിലുള്ള എല്ലാവരും മേക്കപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അതെ അതെ, കല്യാണങ്ങളുടെയും രീതികളും ഒക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഈ രംഗത്തുള്ളവർക്ക് നല്ലതാണ്. തീർച്ചയായും. നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്താൽ പോരെ, സന്തോഷമല്ലേ? നമ്മൾ എല്ലാം കൊണ്ടും ഓക്കെയാണ്, ഫിനാൻഷ്യലി ഓക്കെയാണ്, ടൈം എല്ലാം കൊണ്ടും. ഇപ്പൊ കാലം മാറി, എല്ലാരും അതാണ് ആഗ്രഹിക്കുന്നത്. കാലത്തിനനുസരിച്ച് ആളുകൾ മാറി എല്ലാരും അത് മാറി. ഇപ്പൊ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. അപ്പൊ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് തരം സൗന്ദര്യ വർദ്ധക കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിഗ്മെന്റേഷൻ ആണ് ട്രീറ്റ്മെന്റ് കൂടുതലും ചോദിക്കുന്നത്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും, അല്ലെ ഹെയർ ട്രീറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്. പിഗ്മെന്റേഷൻ വരാൻ ഒരു കാരണം ലൈഫ് സ്റ്റൈലാണ്. അതേപോലെ ഹെയർ ഫോള്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും. കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സ്കിൻ കെയർ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്, ഫേഷ്യലുകൾ ചെയ്യുന്നുണ്ട്, ഹെയർ കട്ട്, ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ബ്രൈഡൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ലേഡീസിന് മാത്രമാണോ അതോ ജെന്റ്സ് ഫാമിലി എങ്ങനെയാണ്? ഫാമിലിയാണ്, യൂണിസെക്സ് സലൂൺ ആണത്. ജെന്റ്സും ലേഡീസും കുട്ടികളും എല്ലാം കൂടിയുള്ള ഒരു ഇതാണ്. എന്താ പറയാ, ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കാര്യങ്ങൾ ശരിക്കും മാറിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായും മാറിക്കഴിഞ്ഞു. സജനയെ സംബന്ധിച്ചും അല്ലാതെയും അല്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. പേഴ്സണലി നമുക്കൊരു ഫീല് കിട്ടുമല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ഒരു പരിധി വരെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഒരു പ്രൊഫഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് തരം ആളുകളാണ് കൂടുതൽ വരുന്നത്? ഇപ്പൊ ലേഡീസ് ആണോ അതോ ഫാമിലി ആയിട്ടാണോ? ലേഡീസ് എന്തായാലും വരുമല്ലോ. ഇപ്പം ജെന്റ്സും കൂടുതലായിട്ട് വരുന്നുണ്ട്. ഫാമിലി സലൂണ് കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഒരുമിച്ച് വരാം. ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചും ആണെങ്കിൽ അവരുടെ 3 പേരുടെയും വർക്ക് നമുക്ക് ചെയ്ത് അവരും ഒക്കെയാണ്. പല സ്ഥലങ്ങളിൽ പോകണ്ട. യൂണിസെക്സ് സലൂണിന്റെ പ്രത്യേകത അതാണ്.
നമുക്ക് ഒരുമിച്ച് വന്നാൽ മതി, ഒരുമിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് പോകാം. ഇതിനൊക്കെ സ്റ്റാഫൊക്കെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനെ സഹായിക്കാൻ ആരൊക്കെയുള്ളത്? സ്റ്റാഫ് ഉണ്ട്, രണ്ട് സ്റ്റാഫ് ഉണ്ട്, ലേഡീസ് സ്റ്റാഫും ഉണ്ട്, ജെൻ സ്റ്റാഫും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ 3 പേരും കൂടിയാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ. സ്ഥിരമായിട്ട്, അതായത് ഒരിക്കൽ വന്നിട്ട് പിന്നീട് തുടർന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? പിന്നെ തീർച്ചയായും ഉണ്ട്. അതാണല്ലോ നമ്മുടെ വിജയം. വൺ ടൈം കസ്റ്റമറെ റെഗുലർ കസ്റ്റമർ ആക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും വരും. എന്താണ് അതിന്റെ ഒരു സൂത്രം? അതെ, അതാണ്. അവര് വരണം, അവര് ഹാപ്പി ആയിരിക്കണം പോകുമ്പോൾ. ഞാൻ ഓണാണെങ്കിൽ മാത്രമേ ഞാൻ ഷോപ്പിൽ പോകുള്ളൂ. എനിക്ക് എന്തെങ്കിലും പേഴ്സണലി ഒരു മൈൻഡ് ഔട്ട് ആണെങ്കിൽ ഞാൻ ഷോപ്പിൽ കയറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരാള് പല പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അവർ ഷോപ്പിലോട്ട് വരുന്നത്. പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല സ്മൈലിംഗ് ഫേസോടുകൂടി നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരിക്കും നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഇപ്പൊ ബ്യൂട്ടീഷ്യൻ രംഗത്താണെങ്കിലും ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡായത്. സ്ഥിരമായി നമ്മൾ കസ്റ്റമേഴ്സ് വരാൻ വേണ്ടി അല്ലെങ്കിൽ അവരോടുള്ള ഒരു അപ്രോച്ചിലൊക്കെ നമുക്ക് കുറച്ച് വ്യത്യാസം വരുന്നത്. തീർച്ചയായും. എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്? നമ്മുടെ റെഗുലർ കസ്റ്റമറിന് എക്സ്ട്രാ സർവീസ് എന്തെങ്കിലും കൊടുക്കും. ഓഫർ വരുമ്പം അവരെ ആയിരിക്കും ആദ്യം ആ ഓഫർ എത്തിച്ചു കൊടുക്കുക, അവരെ അറിയിക്കും. അല്ലെങ്കിൽ അവർ വന്നു കഴിയുമ്പോൾ പറയും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, കണ്ടില്ലല്ലോ. എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് അയക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ ഒരു ഡാറ്റ ഉണ്ടല്ലോ. ശരിക്കും ആദ്യമൊക്കെ ആയിരുന്നു കസ്റ്റമർ എന്ന് തോന്നും. പിന്നെ നമുക്ക് അവരൊരു ഫാമിലി ആയിട്ട് നമ്മൾ മാറും. നമ്മുടെ കസ്റ്റമേഴ്സ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കും, കുറേ സംസാരിക്കും, മൈൻഡ് ഭയങ്കര ഫ്രീ ആയെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും കൂടി കിട്ടും. അതിന്റെ കൂടെ നമ്മൾ ത്രെഡിങ്, അപ്പർ ലിപ്പ് ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. അവരൊരു 1500 രൂപയും കൊണ്ടായിരിക്കും അവർ വരുന്നത്. അപ്പം നമ്മൾ 1400 ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ അത് അവർക്ക് വീണ്ടും ഒരു സന്തോഷമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ മനുഷ്യത്വപരമായ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യും. ശരിക്കും കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമ്മളും ഇല്ലല്ലോ. നമ്മളെ നിലനിർത്തുന്നത് ആക്ച്വലി അവരാണല്ലോ. കസ്റ്റമർ ഇസ് ഗോഡ് അല്ലെ കിങ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ. കസ്റ്റമറും സ്റ്റാഫും തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്റ്റാഫും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ടൈം ഉണ്ടെങ്കിൽ അവരത് എൻജോയ് ചെയ്ത് തന്നെ. കല്യാണ ഒരുക്കങ്ങളൊക്കെ വരുമ്പോൾ രാവിലെയൊക്കെ വരേണ്ടി വരും. ചിലപ്പം ചില വർക്ക് വരുമ്പോൾ വെളുപ്പിനെ ആയിരിക്കും. 9:30 to 9 ആണ് ഷോപ്പിന്റെ വർക്കിംഗ് ടൈം. ഇപ്പൊ ഞാൻ നാളെ വെളുപ്പിന് 4 മണിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരും. തീർച്ചയായും വരും. ഞാൻ ഓൾ കേരള വർക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതിന്റെ ട്രാവൽ കാര്യങ്ങളും അങ്ങനെയൊക്കെ. ചില കസ്റ്റമേഴ്സ് നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് തരും. പിന്നെ എനിക്ക് കാറുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ നിയർ ബൈ ഒക്കെയാണ് ഞാൻ പോയിട്ട് ചെയ്യും. മാക്സിമം ഞാൻ തന്നെ പോയി ചെയ്യും. എനിക്ക് ഫ്രീലാൻസ് നേരത്തോട്ട് ചെയ്തതുകൊണ്ട് കംഫർട്ടാണ്. എനിക്ക് ഓൾ കേരള വർക്ക് ചെയ്യുന്നതിന് ട്രാവൽ ചെയ്യുന്നതിനോ മടിയൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്ന എക്യുപ്മെന്റ്സിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ അല്ലേ? അതെ. പ്രൊഡക്റ്റുകൾ പുതിയത് ലോഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി ഐറ്റംസ്. അത് പലപ്പോഴും ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പലരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പൊ ഓർഗാനിക് രീതിയിൽ കെമിക്കൽ ഫ്രീ ആയിട്ട് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ? അതൊക്കെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? അല്ല, കെമിക്കൽ ഉണ്ട്, അമോണിയ ഫ്രീ എന്നൊക്കെ പറയും. പക്ഷെ ചില വർക്കില് അല്ലെ ഹെയർ ട്രീറ്റ്മെന്റില് അല്ലെ അതിനകത്ത് വേണം കെമിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മളെ ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അത് കെമിക്കൽ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും എല്ലാത്തിനും ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിപ്പോ നമ്മൾ ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ മാറും അസുഖം, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യണം. സെയിം തന്നെ നമ്മൾ ഇതിന് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ആഫ്റ്റർ കെയർ മെയിൻ ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് മുടിയിലൊക്കെ അല്ലേ നമ്മുടെ സ്കിന്നിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ആഫ്റ്റർ കെയറും കൂടി ചെയ്യണം എന്നാണ് ഈ പറയുന്നത്. 100% ചെയ്യണം. ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തു, ആഫ്റ്റർ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഹെയർ ഡാമേജ് ആകും. അത് ബാധിക്കുന്നത് ഒന്ന് ചെയ്ത സ്റ്റാഫിനെ ആയിരിക്കും, അല്ലെ പാർലറിനെ ആയിരിക്കും. നമ്മൾ 50 ചെയ്തിട്ടുണ്ട്, അവരും 50 ഇട്ടാൽ മാത്രമേ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഹെന്ന ചെയ്യുന്നു, സ്പാ ചെയ്യുന്നു, അതിനുശേഷമാണ് ഈ പിഗ്മെന്റേഷൻ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ ആഫ്റ്റർ കെയറിന്റെ ഒരു കുറവായിരിക്കുമോ? തീർച്ചയായും. നമ്മളിപ്പോ പറഞ്ഞത് ചിലര് ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു 100 പേരിൽ 30 to 40% ആളുകൾ മാത്രമേ ആഫ്റ്റർ കെയർ ചെയ്യുള്ളൂ. അവര് പറയും ടൈം ഉണ്ടായില്ല, അല്ലെ ജോലിക്ക് പോയി, തിരക്കാണ്, ഹോസ്പിറ്റലിലായിരുന്നു. അതിനൊരുപാട് കാരണങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് കാരണങ്ങൾ കേൾക്കണ്ട, നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണം, അല്ലെ? അതല്ലേ അതിന്റെ ശരിയായ ഒരു വശം. അപ്പൊ കസ്റ്റമേഴ്സ് നമ്മൾ വരുന്നവരും കൂടി അത് ശ്രദ്ധിക്കണം, ആ പിന്നീടുള്ള കാര്യങ്ങളും തുടർന്നു പോകാനായിട്ട്. അതെ, തീർച്ചയായും. സൺഡേയും വർക്കിംഗ് ആണ്. ചില ഹോളിഡേ ഉണ്ടെങ്കിൽ കസ്റ്റമർ വിളിച്ചു പറയാം. ചിലപ്പോൾ അവർക്ക് അന്നായിരിക്കും എവിടെയെങ്കിലും പോകാൻ സൗകര്യമൊക്കെ, അപ്പം അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് കല്യാണ ഒരുക്കങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറില്ലേ? ഷോപ്പിലേക്ക് വരും, പിന്നെ ഞങ്ങൾ പോയിട്ടും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് ഓഫ് സീസൺ ആണ്, മഴയും ഒന്ന് സ്കൂൾ ടൈമും കൂടിയാണ്. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓണത്തിന്റെ ഒരു ടൈം വരും. ഇപ്പൊ സ്കൂളുകളിൽ കോളേജുകളിൽ ഒരു ഓണപരിപാടി വരിക, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വരിക, അപ്പൊ കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ കലോത്സവങ്ങൾ വരിക, അത്തരം വർക്കുകളൊക്കെ ചെയ്യാറുണ്ടോ? കലോത്സവത്തിന്റെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടില്ല. മേക്കപ്പ് രണ്ടും രണ്ടാണ്.
അല്ലാതെ കല്യാണ വർക്കുകൾ, ലൈറ്റ് മേക്കപ്പ്, ഫാഷൻ ഷോ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാ? യൂത്ത് ആയിരിക്കും കൂടുതൽ എന്നൊക്കെയാണല്ലോ ഞാനും വിചാരിക്കുന്നത്. അങ്ങനെയാണോ? അതെയോ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്കിൻ കെയർ കൂടുതലും നോക്കുന്നത് 30 കഴിഞ്ഞവരാണ് ചെയ്യുന്നത്. കാരണം 30 വരെയുള്ള ഏജ് ഹെൽത്തി സ്കിൻ അവര് ഒന്നും ചെയ്യില്ല, അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കഴിഞ്ഞ ആളുകൾക്ക് എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെ പിഗ്മെന്റേഷൻ വന്നോ, അല്ലെ റിങ്കിൾസ് ഉണ്ടോ, അവർക്ക് എപ്പോഴും ഒരു ടെൻഷൻ വരും. ഏജിങ്ങിന് ആവും തോറും ഇനി എൻ്റെ ലുക്ക് മാറുമോ ഉള്ള ഒരു ഇതിലേക്കായിരിക്കും അവർ പോകുന്നത്. കോസ്റ്റ്യൂം ഒക്കെ, സാരി അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കും, അതായത് കോളേജ് അല്ലെ ഈ പറയുന്ന യൂത്ത് ആയിരിക്കും, അല്ലെ സെലിബ്രേഷൻ പരിപാടിക്കൊക്കെ അവർക്ക് സാരി ഡ്രാപ്പിംഗ് ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ, അതായത് ഫ്ലവർ സെറ്റിങ്. ഈ മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ കോസ്റ്റ്യൂം അതും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ പിള്ളേര് മോഡേൺ ഡ്രസ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് സാരി എങ്ങനെയാണ് അറിയില്ല. പക്ഷെ അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഉടുത്ത് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു കൂടുതലും പിള്ളേർക്ക് നല്ല ആ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമാണ്, ഫ്ലവർ സെറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് ഹെയറിൽ. അപ്പൊ അവർ രാവിലെ വരും, തലേ ദിവസം സാരിയൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്, അല്ല രാവിലെ ആ ടൈമിൽ തന്നെ വന്നിട്ട് റെഡിയാക്കി പറയും, അവരെ ചെയ്തിട്ട് പോകും. പഴയതിനേക്കാളും ബ്യൂട്ടി പാർലറിലെ വർക്കിന്റെ രീതി അപ്പം മാറി, മേക്കപ്പ് എന്നുള്ളതല്ലാതെ അല്ലേ? എല്ലാ വർക്കിനും നമ്മളെയാണ്. ഒരു വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ വരും. ചെറിയ കുട്ടികളാണേലും ഈ കുട്ടിക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുമോ, ഫേസ് മാത്രം ഒന്ന് ചെയ്താൽ മതി, അല്ലെ ഡ്രസ്സ് മാത്രം ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ വരും. അവർക്കിപ്പോ വീട്ടിലൊന്നും ടൈം ഇല്ല. പഴയ ഒരു കാലഘട്ടത്തില് കൂടുതൽ ഹൗസ് വൈഫ് ആയിരുന്നു, അമ്മമാരൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. ഇപ്പൊന്ന് വെച്ചാൽ അപ്പനും അമ്മയും വർക്കിംഗ് ആണ്, ഫുൾ ബിസിയാണ്. അപ്പൊ ആ ടൈമിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി അവർ പാർലറിൽ തന്നെ ആയിരിക്കും കൂടുതൽ. മാത്രമല്ല എല്ലായിടത്തും ഒന്നും കൂടി ഒരുങ്ങി പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ ഗൾഫിൽ പോയി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ നാട്ടില് ഗൾഫിലുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ? തീർച്ചയായും 100% അവിടെ പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം. ടൈമാണെങ്കിലും നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ്, എല്ലാ വ്യത്യാസമുണ്ട്. ഉണ്ട്. ഇപ്പൊ UAE-ലായിരുന്നല്ലേ പറഞ്ഞത്? ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ത്രെഡ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് വേഗം പെടപെടാന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവർക്ക് ഒരു 2-3 ഹെയറേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അത് പൊട്ടാൻ പാടില്ല. വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ടാണോ നാട്ടിലേക്ക് വരാന്ന് വിചാരിച്ചു? അല്ലല്ല, ഒരിക്കലല്ല. നമ്മളത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കതൊരു പേടി ഉണ്ടായിട്ടുള്ളൂ, പിന്നെ അത് ശീലമാവുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇൻകം വൈസ് അവിടെയാണ് നല്ലത്. പിന്നെ തീർച്ചയായും നമുക്കൊരു വർക്കിംഗ് ടൈം ഉണ്ട്, ആ വർക്ക് ചെയ്താൽ മതി. ഇനി എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ പേയ്മെന്റ് നമുക്ക് ചെയ്യും. പിന്നെ വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ, വർക്ക് ചെയ്യുക, വീട്ടിൽ വരിക, ഉറങ്ങുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നാടാവുമ്പം ഷോപ്പിന്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അമ്പലങ്ങളുണ്ട്, കല്യാണങ്ങളുണ്ട്, എല്ലാ പരിപാടികളും നമ്മൾ എല്ലാം ഒരേ സമയത്ത് കൊണ്ടുപോകണം. അതെ, അവിടെ വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സജിന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ത്രെഡിങ് മുതൽ ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, മുടിയിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ? ആദ്യമൊക്കെ ആയിരുന്നു എനിക്ക് ഈ വർക്ക് മാത്രമേ വരാവുള്ളൂ, ആ വർക്ക് മാത്രം വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ അതിനല്ല, എല്ലാ വർക്കും വരണം. ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകളെല്ലാം ഹാപ്പി ആയിട്ട് പോകണം എന്നാണ്, പിന്നെ അവര് തിരിച്ചു വരണം. അതാണ് ഇപ്പോഴത്തെ. എല്ലാ വർക്കിനെ ഒരുപോലെ സ്നേഹിക്കുന്നു. അതെ, തീർച്ചയായും. ത്രെഡിങ് തൊട്ട്, അതായത് 50 രൂപയുടെ വർക്ക് തൊട്ട് 12,000 ഷോപ്പിൽ. അത് കല്യാണ വർക്കുകൾ ഞാൻ കൂട്ടിയിട്ടില്ല, അത് ഡിപ്പെൻസ് ആണ്. പിന്നെ മേക്കപ്പ് ഡിപ്പെൻസ് ആണ്, അത് നമ്മൾ ക്ലയൻസിന്റെ ഇതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. തീർച്ചയായും എല്ലാ വർക്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു കണ്ണൂർക്കാരിയായ ഞാൻ ഈ എറണാകുളത്ത് വന്ന് ഇവിടെ ഒരു ഉണ്ടാക്കിയത്. തീർച്ചയായും എനിക്ക് തന്നെ അത് തോന്നാറുണ്ട്. ഞാനൊരു ലേഡിയാണ്, ഞാൻ വേറൊരു ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഷോപ്പ് ഇട്ടതാണ്. എനിക്കൊരു വളർച്ചയുണ്ടെങ്കിൽ അത് എൻ്റെ ഇതും അതുപോലെ കസ്റ്റമർ എന്നോട് സഹകരിക്കുന്നതും കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയും എല്ലാം കൂടി 100% ദൈവവിശ്വാസിയാണ്. ആരൊക്കെയുണ്ട് വീട്ടില്? ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന? എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, പുള്ളി ദേവസ്വം ബോർഡിൽ സ്റ്റാഫാണ്, ഫുള്ള് സപ്പോർട്ടാണ്. പേരെന്താ? പേര് രാകേഷ്. ബ്രദർ സന്ദീപ്, പുള്ളിയും ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളി കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു അപ്ഡേഷൻ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഇത് നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല, എപ്പോഴും നമ്മളിത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും കസ്റ്റമർ വരുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ, അന്വേഷിച്ച ഒരാൾ വീട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ. ഞാൻ കണ്ണൂർ പോയാലും എന്നെ അന്വേഷിച്ച് കസ്റ്റമർ വീട്ടിലൊക്കെ വരുമ്പോൾ അവർക്കും അതൊരു അഭിമാനമാണ്. പിന്നെ എനിക്കൊരു മോനുണ്ട്, ശ്രീകേഷ്, അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആംഗ്ലയുടെ മക്കളുണ്ട്, ഒരു ടിൻസാണ്, 2 ആൺപിള്ളേര്. പിന്നെ മൂത്തത് ഒരു ആൺകൊച്ച് സഞ്ജയ്, സന്മയ. അപ്പൊ അവര്
എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര് അത് പറയാൻ കിട്ടത്തില്ല, കുറച്ച് ബ്യൂട്ടി ക്ലിനിക്കിന്റെ പേര്. അതെ, പേര് പറയാൻ കുറച്ച് ടഫാണല്ലോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് സെയിം തന്നെ അവര് അവിടെ കിടന്നിട്ട് ക്ലൈന്റ് ആയിട്ടും അതുപോലെ അവർ അഭിനയിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരും. ചെറിയ രീതിയിലൊക്കെ അതൊരു പ്രോത്സാഹനമല്ലേ? ചെറിയ രീതിയിലല്ല, എന്നെ സംബന്ധിച്ചാൽ വലിയ രീതിയില്ല. ഞാൻ വേറെ എന്തെങ്കിലും ടെൻഷനിലോ വേറെ എന്തെങ്കിലും ഇതിലൊക്കെ നിൽക്കുമ്പോഴേക്കും അറിയാതെ പരിസരം മറന്ന് നമ്മൾ ചിരിച്ചു പോകും. ഞങ്ങൾ 5 പേരാണ്, ഒരാങ്ങളേ ഉള്ളൂ, ചേച്ചിമാരുണ്ട്, എല്ലാവരും സെറ്റിൽഡ് ആയിട്ട്. അച്ഛനും അമ്മയില്ല. എനിക്ക് ഒരു 60 ദിവസമായപ്പോൾ അച്ഛൻ മരിച്ചു. അമ്മ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും. ഇവിടെ സെറ്റിലായിട്ട്, എറണാകുളത്ത് സെറ്റിലായിട്ട് എത്ര നാളായി? 14 വർഷമായി. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിച്ചിട്ടെ, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞു മുൻപ്. അത് എവിടെയാണ് പഠിച്ചത്? സ്കിൻ കെയർ പഠിച്ചത് ഇത് മലാപ്പറമ്പ് കാലിക്കറ്റ് അക്കാഡമിയിലാണ് പഠിച്ചത്. മേക്കപ്പ് പഠിച്ചത് എറണാകുളത്ത്. ട്രീറ്റ്മെന്റ് ഹെയർ ഡിപ്ലോമ പഠിച്ചത് വാഴക്കാലയുള്ള ഹെയർ അക്കാഡമിയിലാണ്. ലേസർ ട്രീറ്റ്മെന്റ് പഠിച്ചത് ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പഠിക്കാനും കുറച്ച് പൈസയൊക്കെ ചെലവഴിച്ചു, പക്ഷെ അതനുസരിച്ച് ഇപ്പൊ നന്നായിട്ട് തിരിച്ചു വരികയും ചെയ്തു അല്ലേ? അതെ, ആദ്യം ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടി പാർലർ തുടങ്ങണേനും നല്ല ഒരു ചെലവുണ്ടല്ലോ. ഏകദേശം ഒരു എത്ര വരുമാനം? ഞാൻ ഇത്ര കാശിന്റെ അളവല്ല ചോദിക്കുന്നത്, നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നന്നായിട്ട് ഒരു ബ്യൂട്ടി പാർലർ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പ്രോഡക്ട്സ് ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പം ഫിനാൻഷ്യൽ ഫ്രീഡത്തിനുള്ള ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം എത്ര കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ടോ ഒരു മാസം? അതെ, നമുക്ക് എക്യുപ്മെന്റ്സ് വാങ്ങാൻ ഫസ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇതായിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ആ മിഷൻ, ഇപ്പോഴും പല മിഷനും എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ ആ മിഷൻ എടുക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ അന്ന് അത് വാങ്ങാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വാങ്ങാൻ പറ്റും, ഇന്ന് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അന്ന് നമ്മൾ അതല്ല. എക്സ്പെൻസ് ഒരു സൈഡിലുണ്ട്, എന്നാൽ നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ കെയർ ഓഫ് വർക്കുകൾ നമുക്ക് വരാറുണ്ട്. ഒരു ക്ലയന്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഫറൻസ് വേറെ ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ വരാറുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു അവര് പറഞ്ഞിട്ടാ വരുന്നല്ലേ, അവര് പറഞ്ഞാ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. അതൊരു തരം അക്സെപ്റ്റൻസ് ആണല്ലോ. നമ്മളെ അവർക്ക് ആവശ്യമുണ്ട് എന്ന് വരുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ചില ആർട്ടിസ്റ്റുകളാണെങ്കിലും സാധാരണക്കാരും സെലിബ്രിറ്റികളും ഒക്കെ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട്. അതുപോലെ അവര് വിളിച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ ഏത് സമയത്തും പോകാൻ തയ്യാറാണ്, ഇനിയും പോകും. ആദ്യം അപ്ഡേഷൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക, ഇത് പ്രത്യേകിച്ചും ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് പോകണം അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇപ്പം കുറെ നമ്മൾ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ റെഫറൻസ് മീൻസ് സോഷ്യൽ മീഡിയ ആണെങ്കിലും ചില വർക്ക്ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, അതിനൊക്കെ പോവാറുണ്ട്. എല്ലാത്തിനും പോകും. നമ്മളെ പഠിപ്പിച്ച എല്ലാവരുടെയും ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും വരുമ്പം അവർ നമ്മളെ അറിയിക്കും. ഗ്രൂപ്പുകളുണ്ട്, നമുക്ക് പോയാൽ മാത്രമേ പുതിയ ട്രീറ്റ്മെന്റ്സ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. കാലത്തിന്റെ ഒപ്പം വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം അല്ലേ? അതെ, അല്ലാതെ ക്ലയന്റ് വന്നിട്ട് നമ്മളോട് ഒരിക്കലും അതിങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അറിയാത്തതുപോലെ നോളജ് എന്ന് പറഞ്ഞൊരു സംഭവം മെയിൻ. മോഡേണിറ്റി എന്ന് പറയുന്ന സംഭവം ഇതിലേക്ക് കൊണ്ടുവരണം. അത് ക്ലയന്റ് പറഞ്ഞല്ലാതെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഡൗട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ അവരുടെ അടുത്ത് അല്ലേ? അതെ, തീർച്ചയായും അതും അറിയിക്കും. എല്ലാവരും ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഈ ടൈം ആണോ അവർ ചെക്ക് ചെയ്യും. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് ഒരു കാരണമല്ല, അവർക്ക് നമ്മൾ ഫ്രഷ് ആണ്. അതായത് ഒരു കൃത്യതയും അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നതിൽ ഒരു സത്യസന്ധതയും ഉണ്ടെന്ന് നമ്മളത് ഉറപ്പിക്കണം അല്ലേ? അതല്ലേ നിലനിൽപ്പിന് ആധാരമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതെ അതെ, നമുക്ക് ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അത് ഒന്നുമല്ല. നമ്മുടെ ക്ലയന്റ് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്ത് അതേപോലെ തന്നെ വേണം അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഒരു ഹെഡ് വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ വരുന്നവരുടെ സ്കിന്നിന്റെ സ്വഭാവം, മുടിയുടെ സ്വഭാവം ഇതൊക്കെ വ്യത്യാസമാണല്ലോ. അപ്പൊ അതനുസരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരില്ലേ? അതിനെ കുറിച്ച് പറയോ? അത് നമ്മൾ സ്കിന്ന് നോക്കിയാണ് അവരെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പറയുന്നത്. സ്കിന്നുകൾ തന്നെ പലതരത്തിലുണ്ട്, നോക്കാതെ നമ്മൾ ഒന്നിനും ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയത്, ഇപ്പൊ സജനയെ സംബന്ധിച്ച് സജനയുടെ ജോലിയിൽ സജന സന്തോഷവതിയാണ്. മികച്ച വരുമാനം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റാഫുകളെ നിർത്തി വർക്ക് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറി അവരെ ചേർത്ത് നിർത്തുന്നു. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പം നമ്മളിപ്പോൾ പലരും പലതരത്തിൽ ജോലി ചെയ്യുന്നു. ആ രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഇപ്പൊ ബ്യൂട്ടീഷ്യൻ കോഴ്സ് മാത്രമല്ല, അതായത് ഇത് നിലനിൽക്കണമെങ്കിൽ ഇതിനോട് ഒരു താല്പര്യം വേണം, നിരന്തരമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അപ്പൊ ആ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? പല ആളുകൾക്കും ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ അത് മടിയായിരിക്കും പലർക്കും. ശരിയാവോ അങ്ങനെയൊക്കെ ആയിരിക്കും. ആ രീതിയിൽ സജനയ്ക്ക് അവരോട് എന്താ പറയാനുള്ളത്? അപ്പം ഓരോ ആൾക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ഓൺലൈൻ പഠിക്കാം, ഓഫ്ലൈൻ പഠിക്കാം. ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടമ്മമാരോട് മാത്രമല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാത്തിനും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ
വാങ്ങുന്നതിനേക്കാളും നല്ലത് ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും നമ്മൾ തന്നെ വാങ്ങുമ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് നമുക്ക് വേറൊരാൾ വാങ്ങിച്ചു തരുമ്പം കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ അത് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഹാപ്പി ആയിരിക്കും, മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ബ്യൂട്ടി പാർലർ പോകാതെ തന്നെ ഇപ്പം നമ്മൾ ചെറിയൊരു പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ ഒരു സ്കിൻ പ്രോബ്ലം ഒക്കെ ആയിട്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ കുഞ്ഞുങ്ങളുള്ളവരായിരിക്കും, പോകാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം, ഒരു 1-2 പറയാലോ? തീർച്ചയായും പറയാം. വീട്ടിൽ തന്നെ ചെറിയ ജീരകം പൊടിച്ച് അതുപോലെ തന്നെ മുൾത്താനി മിട്ടിയും മിക്സ് ചെയ്ത്, മുൾത്താനി മിട്ടി ഒരു പൗഡർ ഉണ്ട് നമുക്ക് ആയുർവേദ കടയിലൊക്കെ കിട്ടുന്ന, അതും സമം 1:1 ചേർത്ത് അതിനകത്ത് ഓറഞ്ച് നീരോ തൈരോ പ്ലെയിൻ വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ പിഗ്മെന്റേഷൻ മാറും, നല്ല ക്ലീൻ ആകും. പിന്നെ തക്കാളി നീര്, കോഫി പൗഡർ, കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താലും നമ്മുടെ പിഗ്മെന്റേഷൻ മാറും. മുടിക്കാണെങ്കിൽ ചെമ്പരത്തിത്താളി, പണ്ട് തൊട്ട് പഴമക്കാർ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ചെമ്പരത്തിത്താളി. അത് നല്ല, അതിനകത്ത് കണ്ടീഷനിങ് ഉണ്ട്. പിന്നെ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള ഹെയറിൽ ചെയ്താലും. കറ്റാർവാഴ നല്ലതാണ്. കറ്റാർവാഴ എനിക്ക് സ്കിന്നിനും നല്ലതാണ്, ഹെയറിനും നല്ലതാണ്. പ്ലെയിൻ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മസാജ് കൊടുത്തതിന് നല്ല ഗ്ലേസിംഗ് ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ട്രേഡ് സീക്രട്ട്, അതെ, സംരംഭം നിലനിന്ന് പോകണമല്ലോ. അപ്പൊ പിന്നെ അവര് വീട്ടിൽ തന്നെ ചെയ്യാൻ. എന്നാലും ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തന്നല്ലോ, ഒത്തിരി സന്തോഷം. ടിപ്സ് ആണെങ്കിലും അത്യാവശ്യം പരീക്ഷിച്ച് നോക്കാൻ നല്ല ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സിമ്പിൾ ആണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സ്വന്തമായിട്ടൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സാറ്റിസ്ഫൈഡ് ആണോ? ഒരു 60% വരെ ഞാൻ ഓക്കെ ആണ്. ഈ എന്റെ വരുമാനത്തിൽ കൂടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കാറ്, അതൊക്കെ ഞാൻ തന്നെ വലിയ കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത്. എന്റെ ആഗ്രഹങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ, ഇപ്പം ആക്സസറീസ്, ആഭരണങ്ങള്, ഡ്രസ്സ്, സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്, ഇതൊക്കെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന പല ബ്യൂട്ടി പാർലറുകളുണ്ട്. ആ രീതിയിലുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കറിയുന്ന ഷോപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാതെ നിലവിൽ ഞാൻ ഒന്നും എന്നില്ല. ഇതിനകത്ത് കൂടുതൽ പഠിക്കണം, ഇനിയും അറിയണം, സക്സസ് ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഫീൽഡിൽ നമ്മൾ കുറേ, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, എന്നാലും നമുക്ക് ബ്യൂട്ടീഷ്യൻ രംഗത്തും ആരാധന തോന്നുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ ജെന്റ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ടോപ്പ് ലെവലിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട്, മലയാളീസ് തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ ആരോടെങ്കിലും ഒരു ആരാധന തോന്നിയിട്ടുണ്ടോ? രഞ്ജിനി അവരൊക്കെ ചെയ്യുന്ന വർക്കിനകത്ത് ഭയങ്കര റിസൾട്ടാന്ന് കാണുന്നുണ്ട്. അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക്, എനിക്ക് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയാണോന്ന് അറിയില്ല, ഒരുക്കുന്നവരുമാണ്. അവരും ഒരുങ്ങും, അവർ നന്നായിട്ട് ഒരുക്കുകയും ചെയ്യും. അവർ ചെയ്ത വർക്കിന് ഭയങ്കര റിസൾട്ടുമാണ്, ലാസ്റ്റിംഗ് ആണ്. അത് ദൈവം ഓരോ ആൾക്ക് കൊടുത്ത ഓരോ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. അതൊക്കെ കാണുമ്പോൾ അതുപോലെ നന്നാക്കി എടുക്കണം എന്നൊക്കെ തോന്നുന്നു. പിന്നെ തീർച്ചയായും എന്ത് വർക്ക് കണ്ടു കഴിഞ്ഞാലും, ഒരു ഹെയർ കട്ട് കണ്ടു കഴിഞ്ഞാലും, ഒരു മേക്കപ്പ് കണ്ടു കഴിഞ്ഞാലും, ഒരാളെ കണ്ടു കഴിഞ്ഞാലും, വാട്ടവർ എന്ത് സംഭവം, നിങ്ങൾ ബ്യൂട്ടീഷ്യൻസ് ഒരാളെ കാണുമ്പോൾ ഇതിൽ എന്ത് മാറ്റം വരും, എങ്ങനെ കൂട്ടാം അല്ലേ? അതെ, അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ആയിരിക്കും അവർ സംസാരിക്കുന്നത്, പക്ഷെ നമ്മുടെ കണ്ണുകളിൽ കാണുന്നത് അവരുടെ ഹെയറിന്റെ സ്റ്റൈലും, ഈ ലിപ് ഷെയ്ഡ് ഇവർക്ക് സൂട്ടല്ല, അല്ലെ ഇതായിരിക്കും കുറച്ചുകൂടി നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് നമ്മളെ കണ്ണിൽ കാണുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ പോകുന്ന ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ അവരുടെ ബ്യൂട്ടീഷ്യനാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ഹെയർ കട്ട് ചെയ്യണം. അവർ പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബ്യൂട്ടീഷ്യനിൽ. കാരണം നമ്മുടെ സ്കിന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരാള് നിങ്ങളായിട്ട് തന്നെ കാണണമെന്ന്. അതായത് നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും വേറൊരാളുടെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് പേടിയാവും, ദൈവം ഇവരെന്ത് കാണിക്കും, നമ്മുടെ ഹെയർ കൂടുതൽ കട്ട് ചെയ്യും, വേറെ ഷേപ്പ് ആവും. ആദ്യമായിട്ട് വരുന്ന ഏതൊരാൾക്കും ഉണ്ടാകാവുന്ന ഒരു ടെൻഷനാണ്. അതേപോലെ നമ്മളും കോമ്പ് എടുക്കുമ്പോഴാണെങ്കിലും സിസർ എടുക്കുമ്പോഴാണെങ്കിലും ദൈവത്തെ വിളിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സർവീസിൽ അവർ ഇഷ്ടപ്പെടണം, സാറ്റിസ്ഫൈഡ് ആകണം, നമ്മളും ഓക്കെയാണ്, സന്തോഷമായിരിക്കണം. വുമൻ എംപവർമെന്റ് അഭിമാനത്തോടെ ഒരു തൊഴിൽ ചെയ്യുന്നു. അത് സജനയിൽ കാണുന്ന സജനയ്ക്ക് പറയാനുള്ള കാര്യം എന്തോ, അല്ലെങ്കിൽ എന്നെ നിലനിർത്തുന്ന കാര്യം ഇതാണെന്ന് ഫൈനലി പറയാനുള്ള ദൈവവിശ്വാസമുണ്ട്. ഏത് സിറ്റുവേഷനിലും നമുക്കൊരു കൈത്താങ്ങായ നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ തന്നെയാണ് നമുക്കതൊരു ഹാപ്പി ആയിട്ട് തോന്നുന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതുപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക് കുറച്ച് ടിപ്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സ് വരട്ടെ, ഈ സംരംഭം നന്നായി പോകാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം. പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു. ബ്യൂട്ടി പാർലർ സംരംഭകയായ സജന കൃഷ്ണനുമായി ഇതുവരെ സംസാരിച്ചത് KV ലീല. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.